അപ്പം ഇന്നൊരു പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയും ഒരു 1/2 കപ്പ് മൈദയും അവിടെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു, കുറച്ച് ചീരുള്ളി കുത്തിക്കണ്ട് അതും ഇട്ടെടുത്തു. അത് തിളച്ച് വന്നപ്പം അതിക്ക് പൊടി ഇട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കോരി വെച്ചിന് കേട്ടോ, വെള്ളം ഏറിയാലോ വിചാരിച്ചു കണ്ട്. അപ്പോൾ അതും അതിക്ക് ഒഴിച്ചു കൊടുത്തു. അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വാട്ടി വെച്ച പൊടിക്ക് നമുക്ക് കുറച്ച് തേങ്ങയും നല്ല ജീരകം ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സംഭവം കൊണ്ട് ചേർത്ത് കൊടുക്കണം, കുറച്ച് എള്ള്, കറുത്ത എള്ള്, അതും ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് ആ ചൂട് കൊടുക്കുക തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴക്കുമ്പോൾ കുറച്ച് വെള്ളമേറിയേ അഥവാ കയ്യും മുട്ടയൊക്കെ ചെയ്യുകയാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത് ഒരിക്കലും. മൈദമാവ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അരിപ്പൊടി ചേർത്ത് കൊടുത്താലേ പുറമെ ക്രിസ്പി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നതൊക്കെ മൈദമാവാണ്, അരിപ്പൊടി ഒരിക്കലും ചേർക്കരുത്. ആദ്യം 2 കപ്പ് അരിയും 1 കപ്പ് മൈദയും, പിന്നെയാണ് അരിപ്പൊടി ചേർക്കാൻ പറ്റാത്തത്. ഇനി നമുക്ക് നല്ലോണം പരത്തി കൊടുക്കുക, കുറച്ച് കനത്തിൽ പരത്തി കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കൊരു കട്ട എടുത്തുകൊണ്ട് കട്ട് ചെയ്യുക. കട്ടറില്ലാത്തതിൽ കുപ്പിൻ്റെ അടപ്പ് വെച്ചുകൊണ്ട് കട്ട് ചെയ്യുക. അതൊക്കെ കട്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ള മാവും അതേമാതിരി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫുള്ള് വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുക. അതൊക്കെ കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇതുണ്ടാക്കാത്തവരൊക്കെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണേലേറെ നല്ല ടേസ്റ്റിലും സോഫ്റ്റിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ചട്ടി കടുപ്പത്ത് വെച്ചെടുത്തു. ചട്ടി ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്തു. ഓയിൽ ചൂടായപ്പോൾ നമ്മൾ പത്തിരി ഇങ്ങനെ ഇട്ട് കൊടുത്തു. പത്തിരി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റുക. നമുക്ക് ഇതേമാതിരി അടുത്തതും റിപ്പീറ്റ് ചെയ്യാം. ഇതും ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റുക. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്